കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഹലോ അച്ഛ. മോളെ വൈദേഹി, ദേവനോട് വന്നിട്ടുണ്ട്. ഭാഗ്യം, അവിടേക്കാണല്ലോ വന്നത്. ദേവേട്ടൻ എവിടെ പോയിരിക്കാന്ന് ഓർത്ത് പേടിച്ചിരിക്കായിരുന്നു. ഇപ്പഴാ സമാധാനായത്. അല്ലച്ച, എന്തിനാ ദേവേട്ടൻ അങ്ങോട്ട് വന്നേ? വന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, ഏതവസ്ഥയിലും വന്നാന്നറിയോ? മൂക്കറ്റം കുടിച്ചിട്ടാ വന്നിരിക്കുന്നത്. ദേവേട്ടൻ കുടിച്ചെന്നോ? ദേവേട്ടൻ അങ്ങനെയുള്ള ശീലങ്ങളില്ലല്ലോ. സങ്കടമല്ലേ മോളെ, അത് മറക്കാൻ വേണ്ടി ഇല്ലാത്ത ശീലങ്ങളെല്ലാം തേടി പോവും. വൈദേഹി എവിടെയാന്ന് പറഞ്ഞേ പറ്റുമെന്ന് ഭയങ്കര വാശിയായിരുന്നു. എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. അവനെ അവസ്ഥയിൽ കണ്ടപ്പോ ദേഷ്യത്തിൽ ഞാനും എന്തൊക്കെയോ പറഞ്ഞു പോയി മോളെ. ഇപ്പൊ കാണുമ്പോ പാവം തോന്നുക, പറഞ്ഞാലോ തോന്നി പോവുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേവേട്ടനും എനിക്കും ഈ വേദനയിൽ നിന്ന് തൽക്കാലം മോചനം കിട്ടുമെന്ന് തോന്നുന്നില്ല. വല്ല ഭ്രാന്തം പിടിക്കുമെന്ന് എന്റെ ഇപ്പോഴത്തെ പേടി. എത്ര നാടെന്ന് വെച്ച ഒരാളിങ്ങനെ. എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയുന്നത് വരെ ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല അച്ഛ. ഇപ്പൊ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. എന്നെ ഇവിടെ ആരും മരുമോളായിട്ട് അംഗീകരിക്കില്ല. അപ്പോഴും ദേവേട്ടന് വേദനയല്ലേ ഉണ്ടാവൂ. നീ പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷെ ദേവന്റെ അവസ്ഥ കണ്ടാ സഹിക്കില്ല. എന്താ ചെയ്യേണ്ടതെന്നും പിടികിട്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, ഇനി കുറച്ചു നാളത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. സത്യം ഞാൻ പെട്ടെന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് ദേവേട്ടന്റെ മുന്നിൽ ചെന്ന് നിൽക്കാം. എന്നാ ശരി അച്ഛാ, ഞാൻ ഇപ്പൊ തന്നെ അച്ഛനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ദേവേട്ടനെ ഞാൻ വന്ന് കൂട്ടിക്കോളാം. എന്നാ പിന്നെ നിവേദ്യം എടുത്തോളൂ. ഇങ്ങനെയാണോ നിവേദ്യം കഴിക്കുക? ഭക്തിയോടെ കഴിക്കുക. എങ്ങനെയുണ്ട്? നല്ല സ്വാദുണ്ടാവും. എന്റെ ശിവനെ, ശിവ ശിവ. അയ്യോ, പരമേശ്വര, എന്തൊരു ലീലയാ മഹാദേവ. എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ? മഹാദേവ, എന്താ നിന്റെ ഉദ്ദേശം? ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ ഉണർത്തരുത് ദേവാ. വെട്ടിയിട്ട വാഴ പോലെ ദേ രണ്ടെണ്ണം എന്റെ തോളത്ത്. ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്യും മഹാദേവ? എന്റെ വ്രതം മുടങ്ങുമോ ഈശ്വര? അയ്യോ, ആലിപ്പഴം പഴുത്തപ്പോ കാക്കയ്ക്ക് വായപ്പുണ്ണായെന്ന് പറഞ്ഞ അവസ്ഥയായല്ലോ. ഓർമ്മലേ? മാളുവേ, മാളവികേ, മാളവികേ. ഹര ഹര മഹാദേവ, ശംഭോ ശങ്കര, ശിവശിവ, ശിവശിവ. ഊർമിള, മാളവികേ. എന്നാ പിന്നെ ഇഷ്ടം പോലെ നടക്കട്ടെ. എത്ര നേരം വെച്ചാൽ ഇങ്ങനെ നിൽക്കുക? രക്ഷിക്കും മഹാദേവ. ഓം നമ ശിവായ, നമ ശിവായ, ഓം നമ ശിവായ. നീ എവിടെ പോയിരിക്കുക? എൻ്റെ അടുത്തേക്ക് വാ വൈദേഹി. എന്നെ ഇട്ടേച്ച് പോവാല്ലേ? എൻ്റെ അടുത്തേക്ക് വാ. നീ വാ വൈദേഹി, എൻ്റെ അടുത്തേക്ക് വേഗം വാ. രാമേട്ടാ,
ശ്രീരാമേട്ടൻ വൈദേഹിയെ കണ്ടെന്ന് പറഞ്ഞത് സത്യാണോ? അവൾ ഇവനെ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ദേവൻ എന്തിനാ അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പിച്ച് പറയുന്നേ? എല്ലാവരുടെയും ചോര കുടിക്കാൻ വന്നതാ ഏതോ പിശാചിനുണ്ടായ പാലയക്ഷി. കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? വന്നു മോളെ, പെട്ടെന്ന് വാ. വൈദേഹി, എന്റെ അടുത്തേക്ക് വാ വൈദേഹി, എന്റെ അടുത്തേക്ക് വാ വൈദേഹി, വൈദേഹി, എന്റെ അടുത്തേക്ക് വാ വൈദേഹി. നീ എവിടെയാ വൈദേഹി? എവിടെയാ വൈദേഹി? കണ്ടോ മോളെ ദേവന്റെ അവസ്ഥ? എനിക്ക് നീ വേണം വൈദേഹി. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. വൈദേഹിയോട് ആരെടുത്താലും ഇങ്ങനെ ഇതുപോലെ വാട്ട് പിടിച്ച് നടക്കേണ്ടി വരും. പൊന്നു പോലത്തെ ചെറുക്കനായിരുന്നു. അവന്റെ ജീവിതം അവള് നശിപ്പിച്ചത്. ഇപ്പൊ എന്റെ ശ്രേയമോളുടെ ഭർത്താവായിരുന്നെങ്കിലോ ഇവന് ഇങ്ങനെ വല്ലതും സംഭവിക്കുമായിരുന്നോ? എവിടാണെങ്കിലും നശിച്ച് നാണക്കല്ല് പറിച്ചോളും. എടി കളവി തള്ളേ, വേണ്ട, എന്റെ വൈദേഹിയെ കുറിച്ച് വേണ്ടാന്ന് പറഞ്ഞാൽ കൊന്നുകളയും ഞാൻ. എന്റെ അമ്മേ, കഴുത്തിന് മുകളിൽ തറയുണ്ടാവില്ല. വൈദേഹി, നീ വന്ന വൈദേഹി? എനിക്കറിയായിരുന്നു വരുമെന്ന്. നീ വന്നല്ലേ? ജാനകി, ജാനകിയോ? നീയായിരുന്നോ? എന്റെ വൈദേഹി വന്നെന്നാ ഞാൻ വിചാരിച്ചേ. എന്ത് ദേവിടെ കാണിക്കുന്നേ? ദേവിടൻ കള്ളുടിക്കാൻ നോക്കി വെച്ചാ? ദേവിടൻ എവിടെ പോയി എന്നറിയാതെ അച്ഛനും അമ്മയോട് എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയോ? ദേവിടൻ വന്നേ, വീട്ടിലേക്ക് പോ. എഴുന്നേക്ക് ദേവിട, വന്നേ. ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ? വൈദേഹി നേരിട്ട് വരണം. അവള് വന്നാൽ മാത്രമേ ഞാൻ ഇവിടുന്ന് വരൂ. വൈദേഹി വന്നോളും ദേവിട. ദേവിടനില്ലാതെ അവക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണല്ലോ ഞാനും വിചാരിച്ചിരുന്നേ. പക്ഷെ അവൾ അച്ഛനെ മാത്രം കാണാൻ വന്നു. എന്നെ പറ്റി ചിന്തിച്ചു പോലുമില്ല. ഞാനും കണ്ടിരുന്നു. ഓ, നിന്റെ അടുത്ത് അവള് വന്നല്ലേ? എവിടെ വെച്ചാ? എപ്പോഴാ? കണ്ടോ കണ്ടോ, നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ അവള് വരും. പക്ഷെ എന്നെ മാത്രം അവക്ക് കാണണ്ട. ദേവിടന്റെ അടുത്തും വരും. എപ്പോഴാ? ദേ ഇപ്പോ എന്റെ കൂടെ വന്ന് ഞാൻ കാണിച്ചു തരാം. ജാനകി, കാണിച്ചു കൊടുക്കണോ അച്ഛാ? ദേവിടൻ എത്ര കാലം വെച്ച് ഇങ്ങനെ വിഷമിക്ക? ഉറപ്പായിട്ടും കാണിച്ചു തരുമോ? നീ
സത്യമായിട്ടും എനിക്ക് വൈദ്യക്ക് കാണിച്ചു തരുമോ? കാണിച്ചു തരാം. എന്നാ സത്യം ചെയ്യ്. സത്യം. വൈദേഹി മരണം വരെ ദേവേട്ടന് കൂട്ടായി ദേവേട്ടന് ഒപ്പം ഉണ്ടാവും. ഞാൻ തരുന്ന വാക്കാ ഇത്. അങ്ങനെയാണെങ്കിൽ വാ പോവാം. നമുക്ക് വൈദ്യയുടെ എഴുന്നേറ്റ്. വീട് ഞാൻ വൈദ്യയെ കാണാൻ പോവാ. നടക്ക് ദേവേട്ടാ. എവിടാ എന്റെ വൈദേഹി? എവിടാ? എന്നെ അങ്ങോട്ട് കൊണ്ടുപോ. എന്റെ വൈദേഹിയുടെ അടുത്തേക്ക് കൊണ്ടുപോ. എന്റെ വൈദേഹിയെ കണ്ടിട്ട് എത്ര നാളായെന്നറിയോ? വൈദേഹി പറയാൻ പോവാണ് മോളെ. വൈദേഹിയുടെ അടുത്തേക്ക് പോ. ദേവേട്ടന്റെ വിഷമം കണ്ടിട്ട് അച്ഛന് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇനി ഞാൻ എങ്ങനെ സഹിക്കാം? ദേവേട്ടന്റെ ഈ വിഷമം മാറാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വൈദേഹി സൂക്ഷിച്ചുകൊണ്ടോ മോളെ. വൈദേഹി ആയിക്കോട്ടെ. നടക്ക് ദേവേട്ടാ. പതുക്കെ. വൈദേഹി എവിടെ? കാണാൻ എല്ലു പോലെയാണെങ്കിലും എന്തൊരു കനവാ എന്റെ മഹാദേവാ. എന്റെ തോളൊടിഞ്ഞ് ഓ ഞാൻ പെട്ടുപോയല്ലോ ഈശ്വരാ. ഞാൻ കള്ളസന്യാസിയല്ലേ? രണ്ടുപേർക്കും ബോധവുമില്ല. ഒന്ന് മുട്ടി നോക്കിയാലോ? രണ്ട് പെണ്ണുങ്ങൾ ഒന്നിച്ച്, അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. ദേഹത്തേക്ക് വീണങ്ങ് കളിക്കുകയായിരുന്നില്ലേ? ഇതിൽ കൂടുതലൊരു ആണൊരുത്തനെ എങ്ങനെ പിടിച്ചു നിൽക്കുക? കൺട്രോൾ ചെയ്യാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചതാ. വ്രതം മുടങ്ങുന്നു തോന്നുന്നല്ലോ. രണ്ട് സുന്ദരികൾ ഒന്നിച്ച് ദേഹത്തേക്ക് വീഴുക, എന്നിട്ട് ഞാനൊന്നും ചെയ്യാണ്ടിരുന്ന? എന്നേക്കാൾ നിഷ്ക്രിയൻ വേറെ ഉണ്ടാവില്ല. ഈ അവസരം പാഴാക്കരുത്. ഒരു ഉമ്മയെങ്കിലും കൊടുക്കാതെ വിട്ട എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടില്ല.
ശിവനെ, അയ്യോ എന്റെ നടു ഒടിഞ്ഞേ. എന്തൊരു ചവിട്ടായിരുന്നത്. ഓ, അറിഞ്ഞോണ്ടാണോ അറിയാതെയാണോ ചവിട്ടിയത്? അതോ അവൾക്ക് ഉമ്മ കൊടുക്കാതെ മാളവികയ്ക്ക് ഉമ്മ കൊടുക്കാൻ പോയതിന്റെ ദേഷ്യാണ്. അയ്യോ എന്റെ അമ്മേ, ഒരു ഒന്നൊന്നര ചവിട്ട്. ആ എന്റെ അമ്മ. ഒരു ചുവട് മുന്നോട്ട് വെച്ച തല്ലി കൊല്ലും ഞാൻ. മയക്കുമരുന്ന് തന്ന് ഞങ്ങളുടെ ചാരിത്രം കവർന്നെടുക്കാൻ നോക്കുവാണോ? ഞാനാ? ഏയ്, ഇവിടെ വേറെ ആരാടോ ഉള്ളേ? നിന്നെ പോലൊരു കോന്തന് എന്നെ കിട്ടിയതിന് വലിയ കാര്യം. അപ്പത്തേ ഈ സാധനത്തിന് നിനക്ക് വേണമല്ലേ? എന്താ പറ്റി ചേച്ചി? എന്നെ ആർക്ക് വേണോന്നൊക്കെ ചേച്ചി ചോദിച്ചേ. എന്നുവെച്ചാ എന്നെ എന്തേലും ഇയാള് ചെയ്യാൻ നോക്കിയോ? എനിക്ക് അത്രയ്ക്ക് ഭാഗ്യം എവിടെയുള്ളത്? വേണ്ടെന്ന് വിചാരിക്കുമ്പോ പുറകെ വരും, വേണമെന്ന് വിചാരിക്കുമ്പോ തിരിഞ്ഞു പോലും നോക്കില്ല. എന്തൊരു ദരിദ്രവാസി ജാതകം. തോന്നിയാസം മുഴുവൻ ചെയ്തു കൂട്ടിയിട്ട് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്ന കണ്ടില്ലേ? ചേച്ചി. എടാ, നിന്നെ ഞാനുണ്ടല്ലോ, അങ്ങോട്ട് വന്നിരിക്കട്ടെ. ചേച്ചി, എന്റെ ചേച്ചി ഞാൻ പറയുന്ന കേക്ക്. ഇതില് വരണേട്ടും തെറ്റൊന്നും ചെയ്തില്ല. ബോധം പോയപ്പോ ചേച്ചി മറന്നുപോയോ? പ്ലാൻ ചെയ്തത് വേറെന്തൊക്കെയല്ലായിരുന്നോ? വരും ചേട്ടാ, ചേട്ടൻ പോയിക്കോട്ടോ. മഹാദേവ രക്ഷപ്പെട്ട്. ഏയ്, വരുണിനെ എന്തിനാ ഇവിടെ ഓടിക്കുന്ന? ചേച്ചി, ആ ജാനകിയെ ബോധം കെടുത്തി എന്തോ ചെയ്യാനല്ലായിരുന്ന പ്ലാൻ. പക്ഷെ നമ്മള് തന്നെ അതില് പെട്ടുപോയി. ശരിയാണല്ലോ. എന്നാലും നീ അത് ഒഴിച്ചത് പുണ്യാത്തിനകത്തായിരുന്നില്ലേ? നമ്മള് നിവേദ്യല്ലേ കഴിച്ച്? പിന്നെങ്ങനെ നമ്മുടെ ബോധം പോയെ? ഈ കള്ള സന്യാസി നിവേദ്യത്തിലും പുണ്യാഹം ഒഴിച്ചു കാണും. ആരറിയാൻ? നമ്മള് പ്ലാൻ ചെയ്ത പോലെ ഡ്രൈവർ വന്നില്ല.